തലസ്ഥാനത്തെ ഭക്തിസാന്ദ്രമാക്കി അന്താരാഷ്ട്ര മുരുക ഭക്ത മഹാസംഗമത്തിന്റെ രണ്ടാം ദിനം. മുരുക മഹാഭക്ത സംഗമം ദേശീയ മുന്നേറ്റവുമായി മാറുമെന്ന് മേയർ വി രാജേഷ് പറഞ്ഞു. തിരുവനന്തപുരം പൂജപ്പുരയിൽ നടക്കുന്ന മുരുക മഹാസംഗമത്തിന്റെ പൊതുസമ്മേളനം മുൻ DGP TP സെൻകുമാർ ഉദ്ഘാടനം ചെയ്തു. തലസ്ഥാനത്തെ മുരുക ഭക്തിയിൽ ആഴ്ത്തുന്ന 3 ദിവസം നീണ്ടു നിൽക്കുന്ന മുരുക ഭക്ത മഹാസംഗമം പുരോഗമിക്കുകയാണ്. രണ്ടാം ദിവസമായ ഇന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ തിരുവനന്തപുരം നഗരസഭാ മേയർ വി രാജേഷ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. അന്താരാഷ്ട്ര മുരുക ഭക്ത മഹാസംഗമം ദേശീയ മുന്നേറ്റമായി മാറുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ന് എൻ്റെ പാർലമെന്ററി ജീവിതത്തിലെ പെറ്റമ്മ പൂജപ്പരയും വളർത്തമ്മ കൊടുങ്ങാനൂരുമാണ് എന്ന് ഞാൻ അവരോടൊക്കെ തന്നെ പറഞ്ഞു. മേയറായതിനു ശേഷം കൊടുങ്ങാനൂർ പോകുന്നതിന് മുമ്പ് ഞാൻ പൂജപ്പരയിൽ വന്ന് ഇവിടെ മണ്ഡപത്തിക്കാർ തൊഴുത് ഇവിടുത്തെ പ്രവർത്തകരെ വിളിച്ച് കാര്യം പറഞ്ഞിട്ട് മാത്രമാണ് അങ്ങോട്ട് പോയത്. ന്യായമായുള്ള ഏതൊരാവശ്യത്തിൻ്റെ കത്ത് വന്നാലും ആദ്യം പൂജപ്പരയിൽ, ഇനി മുൻകൂർ അനുമതി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മേയർ എന്നുള്ളതായിരിക്കും മുൻകൂർ അനുമതി കൊടുത്തുകൊണ്ട് തന്നെ കഴിഞ്ഞ 5 വർഷത്തെ പലിശ ഉൾപ്പെടെ ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ തന്നെ നേരിട്ട് നോക്കിക്കളാം. ഈ വാർഡിന് 2 കൗൺസിലർമാരാണ് ഉണ്ടാവുക എന്ന്. വേടന് പുറകെ പോകാതെ നന്ദഗോവിന്ദം ഭജൻസിന് പോകുന്നത് നല്ല കാര്യമെന്ന മുൻ DGP TP സെൻകുമാർ പറഞ്ഞു. പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ ദിവസം നടന്ന നന്ദഗോവിന്ദം ഭജൻസിന്റെ ഭജനയെ പ്രകീർത്തിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന. ഇന്നലെ നടന്ന നന്ദഗോവിന്ദം ഭജൻ അത് ആസ്വദിക്കുവാനായി ആയിരങ്ങൾ തടിച്ചുകൂടി എന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ്. കാരണം വേടന്റെ പുറകെ പോകാതെ ഭജനത്തിന്റെ പുറകെ വരുന്നത് വളരെ നല്ലതാണ്. തുടർന്ന് LMRK ക്യാപ്റ്റനായ രജിത് കുമാർ ജിയുടെ നേതൃത്വത്തിൽ LVA പ്രയർ നടന്നു. ഹിന്ദുധർമ്മ പരിഷത്ത് പ്രസിഡന്റ് ഗോപാൽജി, മുരുകഭക്ത മഹാസംഗമം കോർഡിനേറ്റർ KP സാജു, സ്വാമി രാജവൈദ്യം മോഹൻലാൽ, മോനി ശ്രീകണ്ഠേശ്വരം തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് 8 മണി മുതൽ നടന്ന വയലിൻ വിസ്മയം ഗംഗാ ശശിധരന്റെ പ്രകടനവും സംഗമവേദിയെ സജീവമാക്കി. ജനം, തിരുവനന്തപുരം.